തദ്ദേശ സ്ഥാപനങ്ങളിൽ പ്രസിഡന്റുമാരുടെയും വൈസ് പ്രസിഡന്റുമാരുടെയും തെരഞ്ഞെടുപ്പ് നടന്നു. രാവിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പും ഉച്ചകഴിഞ്ഞ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പും നടന്നു. ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്തുകളിൽ അധ്യക്ഷന്മാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്തു. ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്തുകളിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പും വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പും നടന്നു. അതാത് സ്ഥാപനങ്ങളിലെ വരണാധികാരികളുടെ നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. രാവിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പും ഉച്ചകഴിഞ്ഞ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പും നടന്നു. കാണക്കാരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി UDF-ലെ വിജേഷ് കലിഞ്ഞാലിൽ തെരഞ്ഞെടുക്കപ്പെട്ടു. വിജേഷിന് 10 വോട്ടുകൾ ലഭിച്ചപ്പോൾ LDF-ലെ ബിൻസി സിറീക്കിന് 4 വോട്ടുകളാണ് ലഭിച്ചത്. BJP-യിലെ അനിത ജയ്മോൻ 3 വോട്ടുകൾ നേടി. ഉച്ചകഴിഞ്ഞ് നടന്ന വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ UDF-ലെ ആശാമോൾ ജോബി 10 വോട്ടുകൾ നേടി വിജയിച്ചു. LDF-ലെ ജോബി ജോസഫിന് 4 വോട്ടുകൾ ലഭിച്ചു. BJP-യിലെ ശ്യാമളകുമാരി 3 വോട്ടുകൾ നേടി. നീണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി UDF-ലെ സവിത ജോമോൻ തെരഞ്ഞെടുക്കപ്പെട്ടു. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് LDF പ്രതിനിധിയായി മത്സരിച്ച ശോഭന VK 6 വോട്ടുകൾ നേടി. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് UDF-ലെ ശ്രീകുമാർ പ്ലാത്താനം 8 വോട്ടുകൾ നേടി വിജയിച്ചു. എതിർ സ്ഥാനാർത്ഥിയായി മത്സരിച്ച LDF പ്രതിനിധി തോമസ് കോട്ടൂരിന് 6 വോട്ടുകൾ ലഭിച്ചു. ഏറ്റുമാനൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറായിരുന്നു വരണാധികാരി. കുറവലങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി കേരള കോൺഗ്രസ് MLA സിബി മാണി തെരഞ്ഞെടുക്കപ്പെട്ടു. 8 വോട്ടുകളാണ് സിബി മാണിക്ക് ലഭിച്ചത്. എതിർ സ്ഥാനാർത്ഥിയായി മത്സരിച്ച കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ ജോർജ് ജി ചേന്നലിക്ക് 6 വോട്ടുകൾ ലഭിച്ചു. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വിജയിച്ച അഡ്വക്കേറ്റ് ശശികുമാർ വോട്ട് അസാധുവാക്കി. ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി UDF കോൺഗ്രസ് അംഗം ബിന്ദു സുരേന്ദ്രൻ വിജയിച്ചു. ബിന്ദു സുരേന്ദ്രന് 10 വോട്ടുകൾ ലഭിച്ചപ്പോൾ എതിർ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഡോക്ടർ സിന്ധുമോൾ ജേക്കബിന് 4 വോട്ടുകളാണ് ലഭിച്ചത്. കുമരകം പഞ്ചായത്തിൽ കോൺഗ്രസിലെയും BJP-യുടെയും പിന്തുണയോടെ സ്വതന്ത്രൻ VP ഗോപി പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ടും CPM-ന് ഇവിടെ ഭരണം നഷ്ടപ്പെടുകയായിരുന്നു. സ്റ്റാർ വിഷൻ ന്യൂസ്, കിടങ്ങൂർ. എരുമേലി പഞ്ചായത്തിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് ക്വാറം തികയാത്തതിനെ തുടർന്ന് മാറ്റിവെച്ചു. ലാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി അഡ്വക്കേറ്റ് ജോസ് പ്ലാക്കൂട്ടവും പള്ളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി ലതാകുമാരി സലിമോനും പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി ജയ്ജി പാലക്കലോടെയും തെരഞ്ഞെടുക്കപ്പെട്ടു. ജോയ് സഖറിയയാണ് ഈരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്. കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി തങ്കമ്മ വർഗീസും ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി ജയ്മോൻ കരീമഠവും ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി ബിന്ദു സുരേന്ദ്രനും തെരഞ്ഞെടുക്കപ്പെട്ടു. അയർക്കുന്നം പഞ്ചായത്ത് പ്രസിഡന്റായി ഗീത രാധാകൃഷ്ണൻ തെരഞ്ഞെടുക്കപ്പെട്ടു. പനച്ചിക്കാട്ട് PC ബെഞ്ചമിനാണ് പ്രസിഡന്റ്. കരൂർ പഞ്ചായത്തിൽ പ്രിൻസ് അഗസ്റ്റിനും മുത്തോലി പഞ്ചായത്തിൽ റൂബി ജോസും പഞ്ചായത്ത് പ്രസിഡന്റായപ്പോൾ കടനാട്ട് ലാലി സണ്ണിയാണ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ഭരണങ്ങാനത്ത് സുധാ ഷാജിയും മീനച്ചിൽ പഞ്ചായത്തിൽ സുബി സുരേഷും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. അകലക്കുന്നം പഞ്ചായത്തിൽ സുനിൽ തോമസ് പ്രസിഡന്റായി. എലിക്കുളം പഞ്ചായത്തിൽ യമുന പ്രസാദും കൂരോപ്പുഴ പഞ്ചായത്തിൽ ES വിനോദും പള്ളിക്കത്തോട്ട് പ്രസന്നൻ വെള്ളാപ്പള്ളിയിലും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. കടുത്തുരുത്തിയിൽ അഡ്വക്കേറ്റ് റോയ് ജോർജ് പ്രസിഡന്റായപ്പോൾ കല്ലറയിൽ മിനി അഗസ്റ്റിനാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഐവനം പഞ്ചായത്തിൽ ബിന്ദു ഹരികുമാർ പ്രസിഡന്റായി. ആർപ്പൂക്കര പഞ്ചായത്തിൽ ആനന്ദ് പഞ്ഞിക്കാരനാണ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അതിരമ്പുഴ പഞ്ചായത്തിൽ OS സജിയും നീണ്ടൂർ പഞ്ചായത്തിൽ സവിത ജോമോനും തിരുവാർപ്പ് പഞ്ചായത്തിൽ ജയ സജിമോനും ഉഴവൂർ പഞ്ചായത്തിൽ ബിനു ജോസും പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. KK ശാന്താറാം രാമപുരത്തും ജിനി ചാക്കോ വെളിയന്നൂരിലും പ്രസിഡന്റ് സ്ഥാനം നേടി. സ്റ്റാർ വിഷൻ ന്യൂസ്, കിടങ്ങൂർ.